ഹലോ, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈയിടെയായിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഫ്ലാഷ് കാർഡ് പരിചയപ്പെടുത്താനാണ് കേട്ടോ. ഇതാണത്. മൈ ബിഗ് ഹിന്ദി വർണ്ണമാല ഫ്ലാഷ് കാർഡ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ നിങ്ങൾക്ക് കാണാം 32 കാർഡ്സ് ഉണ്ട്. പിന്നെ ഇത് 3+ ഇയേഴ്സ് 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഹിന്ദി പഠിക്കാനായിട്ട്, ഹിന്ദിയുടെ അടിസ്ഥാന ശബ്ദങ്ങളൊക്കെ പഠിക്കാനായിട്ടുള്ള കാർഡുകളാണ്. ഫ്ലാഷ് കാർഡിലൂടെ പഠിക്കുമ്പോൾ കുട്ടികൾ വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. വളരെ ക്വാളിറ്റിയുള്ള പേപ്പറുകളാണ് ഇതിലുള്ളത്. 32 കാർഡുകളുണ്ട്. പക്ഷേ 32 കാർഡുകളാണെങ്കിലും അതിൻ്റെ ഇരുപുറത്ത് നമുക്ക് ചിത്രങ്ങൾ കാണാൻ പറ്റും. എന്തായാലും ഹിന്ദിയുടെ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടും. 3 വയസ്സിന് മേലെയുള്ള, ഇപ്പം ഞാൻ എൻ്റെ മോൾക്കാണെങ്കിൽ 2 വയസ്സായിട്ടേ ഉള്ളൂ. അവർക്ക് പോലും ഞാനിത് കാണിച്ചു കൊടുക്കണം. അവർക്ക് വെറുതെ നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി, അപ്പോൾ തന്നെ അവർ അത് ഗ്രാസ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് 2 സൈഡിലും ഉണ്ട്. ആ ഇ ഉ ഉ റ്. അതുമാത്രമല്ല, ഈ ശബ്ദങ്ങൾക്കനുസരിച്ചുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളും ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഫ്ലാഷ് കാർഡുകൾ കുട്ടികളുടെ പഠനത്തെ വളരെയധികം എൻഹാൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പഠനങ്ങൾ. അവരെ നമ്മളിങ്ങനെ കുത്തി പഠിപ്പിക്കുന്നതിലും നല്ലത് ഇതുപോലുള്ള ചിത്രങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ചെയ്ത് ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അവരെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. നിമിഷ നേരം കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ഇത് ഗ്രാസ്പ് ചെയ്യും. ദിവസവും നമ്മളിതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവർ പോലും അറിയാതെ അവരിലേക്ക് ഈ അക്ഷരങ്ങളും അതിനനുസരിച്ചുള്ള ചിത്രങ്ങളും ചിഹ്നങ്ങളും എല്ലാം അവരെ ബ്രെയിൻ ഗ്രാസ്പ് ചെയ്യുന്നുണ്ടാവും. ഞാനൊരിക്കലും മകനെ നിർബന്ധിച്ച് പഠിപ്പിക്കാറില്ല. പക്ഷേ അവന് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൂടെ അവൻ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിക്കാറുള്ളൂ. എൻ്റെ മോൻ പഠിക്കുന്നത് ഇപ്പോൾ 2ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവനൊരു സാധാരണ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ അവർക്ക് 2ാം ക്ലാസ്സിലൊന്നും ഹിന്ദി പഠിപ്പിക്കുന്നില്ല. അവർക്ക് സംസ്കൃതം മാത്രമേ ഉള്ളൂ. ഹിന്ദി തുടങ്ങുന്നത് 5ാം ക്ലാസ് മുതലാണ്. പക്ഷേ CBSEയിലൊക്കെ ആണെങ്കിൽ 1ാം ക്ലാസ് മുതലേ ഹിന്ദിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് തന്നെ അവന് ഹിന്ദിക്കൊരു ട്രെയിനിങ് പോലെ ഞാൻ തന്നെ ഒരു ട്രെയിനിങ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ വാങ്ങിയത്. ഇനി അവനെ കൊണ്ട് കോപ്പി എഴുതിക്കണം. അപ്പോൾ ഈ വർഷം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒരു ഇരട്ട വര കോപ്പി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹിന്ദിയിലുള്ള അക്ഷരമാലകളൊക്കെ പഠിപ്പിക്കണം. അതവന് സംസ്കൃതം എന്നുള്ള വിഷയവും കൂടി എളുപ്പമാക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം 2നും അക്ഷരങ്ങളൊക്കെ ഒരുപോലെയാണല്ലോ. അതുകൊണ്ട് അതും പഠിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അവന് ഇൻട്രസ്റ്റ് ഉണ്ട് ഹിന്ദി പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമ്മൾ അതിനുള്ള ബാലപാഠങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. ഇതൊക്കെ അവൻ ദിവസവും നോക്കാറുണ്ട്, ഇതിലുള്ള അക്ഷരങ്ങളും പിന്നെ ചിത്രങ്ങളും. പിന്നെ ഇതൊന്നും ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വായിക്കാൻ അവരായിട്ടില്ല. എന്നാലും ഏകദേശം സംസ്കൃതം പഠിക്കുന്നതുകൊണ്ട് ഏകദേശം അക്ഷരങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവും, രക്ഷിതാക്കൾക്കൊക്കെ ഒരുവിധം അറിയുന്നുണ്ടാവും. എന്നാലും എനിക്ക് പുതിയൊരു അറിവെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് കേട്ടോ. നിങ്ങൾ പറ്റുമെങ്കിൽ വാങ്ങുക. ഞാനിത് മീഷോന്നാണ് കേട്ടോ വാങ്ങിയത്. ഒരു 150 ആ ഒരു റേഞ്ചിൽ വളരെ തുച്ഛമായിട്ടുള്ള പൈസ അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളും വാങ്ങി മക്കൾക്ക്. ഇതിൻ്റെ പല തരത്തിലുള്ള ഫ്ലാഷ് കാർഡ്സ് ഉണ്ട് കേട്ടോ. ടൈറ്റിൽസിൻ്റെ സീരീസ്, ആൽഫബറ്റ്സിൻ്റെതും നമ്പേഴ്സിൻ്റെതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ആനിമൽസ്, ഷേപ്സ്, കളേഴ്സ്, ട്രാൻസ്പോർട്ട്, ഓപ്പോസിറ്റ്സ്, പിന്നെ സൈറ്റ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ്, പിന്നെ ഹിന്ദി വർണ്ണമാല. ഇതാണ് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് വാങ്ങാം. പിന്നെ അവന് വേണ്ടി ഞാനൊരു നാഷണൽ ഫ്ലാഗ്സിൻ്റെതും അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഫ്ലാഷ് കാർഡ്സ് നമ്മൾ പോലും അറിയാതെ അത് എന്താ പറയുക വർക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കും അവരിയ്ക്കുന്നില്ല. എന്നാലും അവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതവിടെ ഇട്ട് കൊടുക്കുക. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ പോലും അറിയാതെ അത് ആ ഒരു പിക്ചേഴ്സും ആ ഒരു സ്പെല്ലിങ്സും ആ ഒരു അക്ഷരങ്ങളൊക്കെ അവരുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ടാവും.
അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഫ്ലാഷ് കാർഡ്സിൻ്റെ ഉപയോഗം അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ കൂടുതലായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്